വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ? എന്നോട് എന്തിനായിരുന്നു ഈ ചതി? എന്നോട് എന്തിനീ വിശ്വാസവഞ്ചന ചെയ്തു? എന്തുകൊണ്ട് പറയൂ? ഒന്നും മിണ്ടാത്തതെന്താ? എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചത് എന്തിനാണെന്ന്? മുത്തശ്ശ, ഞങ്ങളെ ആരോ ചതിച്ചതാണ്. ഇത് ആരുടെയോ കളിയാണ്. കാതുകൊണ്ട് കേൾക്കുന്നത് ഒരുപക്ഷെ നുണയായിരിക്കാം, പക്ഷെ കണ്ണുകൊണ്ട് കണ്ടത് ഒരിക്കലും നുണയായിരിക്കില്ല. നിങ്ങളിപ്പോ ഇവിടെ കണ്ണുകൊണ്ട് കണ്ടതൊക്കെ കള്ളമാണ്. ഒരു ദിവസം ഞങ്ങൾ ഇതെന്തായാലും തെളിയിച്ചിരിക്കും. ആ കമ്പി വളച്ച സ്ഥിതിക്ക് നമുക്ക് ഓടി രക്ഷപ്പെടാമായിരുന്നു. ശരി, വീണ്ടും വളയ്ക്കേ. സോറി ദേഷ്യം വന്നപ്പോ എനിക്ക് നല്ലോണം വളയ്ക്കാൻ പറ്റി, പക്ഷെ ഇപ്പൊ പറ്റുന്നില്ലല്ലോ പത്തിലു. ഓഹോ, Don't worry, Motu Patlu. Why fear when Chingam is here? ഫ്ലോട്ടിന്റെ സമയമായി. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. ആ ചുമക്കുന്നവനെ ഒന്നുകൂടെ കണ്ടുകിട്ടിയിരുന്നെങ്കിൽ. നിന്നെ ഏതൊരു ഏജന്റ് എക്സ് ആണ് കുടുക്കിയിരിക്കുന്നത്. അവനൊരു ബോംബ് ഒരു ഫ്ലോട്ടിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് എനിക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല അത് ഏത് ഫ്ലോട്ടിലാണ്. അമ്മോ, അവിടെ തന്നെ അറിയില്ല ഏത് ഫ്ലോട്ടിലാ ബോംബ് വെച്ചിരിക്കുന്നെന്ന്.
ദേ ഇത് കണ്ടോ, ബുള്ളറ്റും ബോംബും. ഇവരാണ് നമ്മുടെ മാസ്ക് ധരിച്ച് നമ്മളെ കുടുക്കിയത്. മോട്ടോ ഇത് കേക്ക്. ഞാനും ഡോക്ടർ ജഡ്കയും ഫ്ലോട്ടുകളിൽ ബോംബ് അന്വേഷിക്കാം. നീ ബുള്ളറ്റിനെയും ബോംബിനെയും അന്വേഷിക്ക്. ചിങ്കം സാർ നിങ്ങൾ മുത്തശ്ശന്റെ അടുത്ത് പോയി എല്ലാം പറഞ്ഞു കൊടുക്ക്. മോട്ടോ ആ മെസ്സേജും ഫോട്ടോയും ചിങ്കം സാറിന്റെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്യേ. അപ്പൊ അത് മുത്തശ്ശനെ കാണിക്കാമല്ലോ. കമോൺ ലെറ്റ്സ് ഗോ. ടൈം കുറവാണ്. പിന്നെ ഓർമ്മിച്ചോളൂ, ജനങ്ങൾ ഒരിക്കലും ഈ കാര്യം അറിയാൻ പാടില്ല. അറിഞ്ഞാൽ എല്ലാവരും പാനിക് ആകും. എന്ത്? എനിക്കറിയാമായിരുന്നു മൂട്ടുമ്പത്തിലും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. താങ്ക് യു ഫോർ ടെല്ലിംഗ് മീ ദിസ്. എല്ലായിടത്തും ജാഗ്രത വേണം. കമ്മീഷണർ ഹാരി എല്ലായിടത്തും ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. അവരെല്ലാവരും വേഷം മാറി പല സ്ഥലങ്ങളിലായി നടക്കുന്നുണ്ട്. സംശയാസ്പദമായി ആരെയെങ്കിലും കണ്ടാൽ ഉടനെ പിടിക്കാനായി. ഓക്കെ സർ. ബുള്ളറ്റ്, ബോംബ്, റിമോട്ടുമായി അവിടെ നിൽക്കുന്നുണ്ട്. ഇന്ന് രാത്രി മുത്തശ്ശന്റെയും കാർണിവൽ ഐലൻഡേയും അവസാനമായിരിക്കാം. ആ റിമോട്ട് ഇനി എനിക്ക് തരൂ. അവിടെ നിൽക്കേ. ഈ മോട്ടുപത്തിൽ എങ്ങനെ ഇവിടെ എത്തി? ഏജന്റ് എക്സിനെ വിളിക്ക. ബുള്ളറ്റ്, ബോംബ്, രണ്ടുപേരുടെ എത്രയും പെട്ടെന്ന് ഏജന്റ് എക്സിനെ ഫോൺ വിളിക്കാൻ പറയൂ. വേഗം. ഓക്കേ മകരാൽ. ഹലോ മോട്ടു, സൂക്ഷിച്ചു പോണം. ഏജന്റ് എക്സ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഡോണ്ട് വറി, വരാൻ പറ. മകരാൽ, ഞാൻ ബുള്ളറ്റിനെയും ബോംബിനെയും ഫോൺ ചെയ്തു. ചോറിവിടെ കൂറവിടെ എന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ടോ? അതൊരു പഴം ചൊല്ലാണ്. നീ ഇവിടെ നിന്ന് ബുള്ളറ്റിനെയും ബോംബിനെയും ഫോൺ വിളിച്ചപ്പോ ആ സമയത്ത് ബുള്ളറ്റിന്റെയും ബോംബിന്റെയും കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല സ്ക്രീനിൽ. പകരം മോട്ടു ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നോ? ഇത് വെറും മുതലകളുടെ കണ്ണീരല്ല, ഇത് മൊഗരാളുടെ കണ്ണീരാണ്. ഈ കണ്ണുനീരിന് ആരായാലും എന്നായാലും ഉത്തരം നൽകിയേ മതിയാവൂ. ഇപ്രാവശ്യം മോട്ടും ബദലുണ്ടെയും കൂടെ ചേർന്ന് നീ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചോ? പടയാളികളെ, എന്റെ പ്ലെയിൻ എടുത്ത് പിസ്റ്റോളിനെ അതിനകത്തേക്കിട്ട്. അവിടെ നിൽക്കാൻ.
കണ്ടില്ലേ, ഏജന്റ് എക്സ് ഹാരിയാണ്. എന്നിട്ട് ഇവൻ നമ്മളെ പിടിച്ച് ജയിലിലിടുകയും ചെയ്തു. താങ്ക് യു എപ്പോഴും ചുമക്കുന്ന ചേട്ടാ. നിങ്ങൾ ഒരുപാട് ഇൻഫർമേഷൻ തന്നു, പക്ഷെ ബോംബ് മാത്രം ഇതുവരെ കിട്ടിയിട്ടില്ല. പെട്ടെന്ന് എന്തേലും ചെയ്യൂ മോട്ടു. സമയം കുറവാണ്. പത്ലു, ഏജന്റ് എക്സ് ആ കമ്മീഷണർ ഹാരിയാണ്. എന്റെ മുൻപിൽ ബോധം കെട്ട് കിടപ്പുണ്ട്. ബുള്ളറ്റും ബോംബുമാണ് ആ റിമോട്ട് എടുത്ത് പോവുകയും ചെയ്തു. റിമോട്ട് പൊട്ടിയിട്ടുണ്ട്, പക്ഷെ അത് റിപ്പയർ ചെയ്യാൻ സാധിക്കും. നമുക്കാണ് സമയവുമില്ല. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ചെയ്യണ്ടേ പത്ലു? ഐഡിയ. എല്ലാ ഫ്ലോട്ടുകളും ആകാശത്തേക്ക് പറപ്പിച്ചാൽ പിന്നെ ഭൂമിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവില്ല. അപ്പൊ ശരി, ഞാൻ തയ്യാറെടുപ്പ് നടത്തട്ടെ. ഡോക്ടർ ജഡ്കയോട് ചോദിക്കട്ടെ, നമുക്ക് ഫ്ലോട്ടുകളെ പറപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. നമ്മുടെ ഫ്ലോട്ടിന് പറക്കാൻ കഴിയും. ബാക്കി ഫ്ലോട്ട്സ് അതിന്റെ പുറകെ ഓടിയാ മതി, അതിനും പറക്കാൻ കഴിയും. പെട്ടെന്ന് റിമോട്ട് ശരിയാക്ക. ഞാൻ എന്റെ കൈ കൊണ്ട് ആ ബട്ടൺ അമർത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ എല്ലാ ഫ്ലോട്ടുകളും കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. എല്ലാ ഫ്ലോട്ടുകാരോടും ഞാൻ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞു. മുത്തശ്ശനോടും എല്ലാം ഫോണിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവര് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചാലും ആരും പാനിക് ആകാൻ പാടില്ലെന്ന്. ഇപ്പൊ എല്ലാ ഫ്ലോട്ടും ഒഴിഞ്ഞു കിടക്കാണ്. അതിനകത്ത് ആരുമില്ല. എല്ലാവരും സ്റ്റേജിന് അടുത്താണ്. കാർണിവൽ പോകുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം കേട്ടോ. നിങ്ങൾ ഒരുപാട് കാർണിവൽ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഫ്ലോട്ട് പരത്തുന്നത് നിങ്ങൾ ആദ്യമായിട്ടാവും കാണുന്നത്. ഇപ്പൊ എല്ലാ ഫ്ലോട്ടും പറക്കും. ഇതാണ് ഈ കാർണിവലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കണ്ടോളൂ. All the best, Motu Patlu. All the best.
ഇതെന്തായി സംഭവിക്കുന്നത്? ഫ്ലോട്ട്സ് എങ്ങനെയാ പറക്കുന്നത്? സാർ, ഇത് മൊത്തം മോട്ടു പത്ലുവിന്റെ കളികളാണ്. അവര് ബോസിന്റെ എല്ലാ പ്ലാനുകളും ബൂമെന്ന് പൊത്തിച്ചു. റിമോട്ട് ശരിയാക്കാൻ നോക്ക്. മഗ്രാൽ, റിമോട്ട് ശരിയായി. ഇനി ഇതുകൊണ്ട് ഡിസ്കൂ വെക്കാം. ഇല്ല, റിമോട്ട് ഇപ്പൊ പ്രസ് ചെയ്യല്ലേ. ആദ്യം അവന്മാരെ ഫ്ലോട്ട്സ് എല്ലാം ആക്രമിച്ച് അതിനെ ലാൻഡ് ചെയ്യിപ്പിക്കണം. ആകാശത്ത് നിന്ന് പൊട്ടിത്തെറിച്ചാൽ ഐലൻഡിനും ഗ്രാൻഡ് പാക്കും ഒന്നും സംഭവിക്കില്ല. പോയി എങ്ങനെയും ഫ്ലോട്ട്സിനെ ആക്രമിച്ച് ലാൻഡ് ചെയ്യിപ്പിക്കാൻ നോക്ക. ബോസ് കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ എക്സ്പെർട്ടാ. എന്താ ബോസ് അവർക്ക് കൊടുക്കേണ്ടത്? ഇഡ്ലി, സാമ്പാർ, വട, ഊത്തപ്പ, റവ ദോശ, ദം ബിരിയാണി, കായ്ക്ക ബിരിയാണി, എന്ത് ബിരിയാണി അവർക്ക് കൊടുക്കേണ്ടത്? പോയി അവന്മാരെ അടിച്ചടക്കി ഫ്ലോട്ട് കീഴടക്കാൻ നോക്ക്. എന്നിട്ട് താഴെ ഇറക്ക്. പറഞ്ഞത് കേട്ടില്ലേ? Watch India's largest kids library only on Jio Hotstar. Download the app now.